AAP എന്ന പാർട്ടി, ആം ആദ്മി പാർട്ടി, അത് ഏതാണ്ട് പിളർന്ന് നശിക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അന്തകനായി മാറിയിരിക്കുന്നത് അതിന് ജന്മം കൊടുത്ത ആൾ തന്നെയാണ്. കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് പറയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ആപ്പിനെ കൊന്നത്. അതിൻ്റെ കഴുത്ത് നെരിച്ച് സ്വന്തം കുട്ടിയെ കൊല്ലുന്നത് പോലെ. ഇപ്പോൾ കോടതിയിലടക്കം വിശ്വാസമില്ല എന്ന് പറയുന്ന ഈ മനുഷ്യന് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? അല്ല, അതിന്റെ വസ്തുത നമ്മൾ അരവിന്ദ് കെജ്രിവാളിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന സർവ്വ എല്ലാ ആളുകളും ആദരിക്കുന്ന ഒരു മഹാനായിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയിരിക്കുന്നു എന്ന മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ട് വലിയ സമരം നടത്തിയിട്ടുള്ള ആളാണ് അണ്ണാ ഹസാരെ. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത്. അവിടെ വന്നു എന്ന് മാത്രമല്ല, അതിന് പെട്ടെന്ന് തന്നെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നു. ആ പ്രസ്ഥാനം മൊത്തം പിടിച്ചടക്കുന്നു. അതിനുശേഷമാണ് അണ്ണാ ഹസാരയുടെ ഇദ്ദേഹം തെറ്റാനുള്ള കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. അണ്ണാ ഹസാരയ്ക്ക് ഒരിക്കലും അധികാരം അദ്ദേഹത്തിന്റെ വിഷയമായിരുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അധികാരമില്ലാത്ത അദ്ദേഹത്തിന് ചിന്തിക്കാനും പറ്റില്ല. ഈ രണ്ടുപേരും തമ്മിൽ വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ പറഞ്ഞത്, ഇലക്ഷൻ മത്സരിക്കൽ എൻ്റെ ടാർഗറ്റ് അല്ല. എൻ്റെ ടാർഗറ്റ് അതൊരു മഹാത്മാഗാന്ധിയുടെ പാതയിലാണ്. ഗാന്ധിജി പറഞ്ഞല്ലോ, എനിക്ക് നെഹ്റുവിനെ പോലില്ല, എനിക്ക് അധികാരത്തിന്റെ അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഈ നാട്ടിലെ ജനങ്ങളാണ്, ജനങ്ങളുടെ ഉന്നതിയാണ് എൻ്റെ ലക്ഷ്യം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ തന്നെയായിരുന്നു അണ്ണാ ഹസാരെ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഒരു അദ്ദേഹം ഒരു ഗ്രാമമൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് RSSന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന HV ശേഷാദ്രി അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് അണ്ണാ ഹസാരെ കുറിച്ച്. അത് ആ ഗ്രാമത്തിന്റെ ചിത്രമാണ്. ഒരു ഗ്രാമത്തിന്റെ സർവതോമുഖമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ച ആളാണ് അണ്ണാ ഹസാരെ. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം, വളരെ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം. അങ്ങനെ ഇരിക്കുകയാണ് ശരിക്ക് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ അദ്ദേഹത്തിന്റെ കെടുകാര്യസ്ഥത. മൻമോഹൻ സിംഗ് അഴിമതി നടത്തിയെന്ന് നമ്മളാരും പറയുന്നില്ല, പക്ഷെ അദ്ദേഹം കെടുകാര്യസ്ഥയുടെ അവതാരമാണ്, കഴിവുകേടിന്റെ പര്യായമാണ്. ആ പറയുന്ന ആളെ മുൻനിർത്തിക്കൊണ്ടാണ് സോണിയാഗാന്ധിയും കൂട്ടിനും നടത്തിയിരിക്കുന്ന നിരവധി അഴിമതികളുള്ളത്. കോൺഗ്രസിന് നേതാക്കന്മാര് അഴിമതി നടത്തിയത്. ഈ അഴിമതി വന്ന സമയത്താണ് അണ്ണാ ഹസാരെ അതിനെതിരായിട്ട് സമരം നടക്കുന്നത്, ലോക്പാൽ ബില്ലിന് വേണ്ടിയുള്ള സമരം. അങ്ങനെ അദ്ദേഹം നിരവധി ദിവസത്തോളം അദ്ദേഹം നിരാഹാരം കിടക്കുകയും മറ്റു ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയും ആ സമരം അവിടെ ഡൽഹിയിലേക്ക് മാറ്റുകയും ഡൽഹിയിൽ ജനങ്ങൾ മുഴുവൻ സംഘടിക്കുകയും അവരെല്ലാവരും സമരത്തിന്റെ ഭാഗമായി. ഒരു തരത്തിൽ പറഞ്ഞാല് 1975 സമയത്ത് ജയപ്രകാശ് നാരായണൻ അടിയന്തരാവസ്ഥ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ദിരാ സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ട് നടത്തിയിരിക്കുന്ന സമരത്തെ പോലെ സമാനമായിട്ടുള്ള രീതിയിൽ നടത്തിയൊരു വലിയ സമരമായിരുന്നു അണ്ണാ ഹസാരയുടെ സമരം. ആ സമരത്തെ മുതലെടുത്തുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വരവ്. അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ ആ സമയത്ത് വേറെ പലരുണ്ട്. കിരൺ ബേദി അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു, ഷാമിയ ഇൽമി അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അധികാരം കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തത് തൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെ അദ്ദേഹം വെട്ടിനിരത്തി. പ്രശാന്ത് ഭൂഷണിന്റെ അഡ്രസ് പോലും ഇല്ല. പഴയ ശാന്തിഭൂഷണിന്റെ മകനാ. ശാന്തിഭൂഷൺ കേന്ദ്രത്തില് മൊറാർജി ദേശായിയുടെ സർക്കാരിന്റെ കാലത്ത് നിയമവകുപ്പിന്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ്, വലിയ നിയമ പണ്ഡിതനാണ്, മഹാനായിട്ടുള്ള വ്യക്തിയാണെന്ന് സ്വയം ധരിക്കുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന പ്രശാന്ത് ഭൂഷൺ, ഇദ്ദേഹത്തിന് അരവിന്ദ് കെജ്രിവാള് ആ പ്രശാന്ത് ഭൂഷണെ വെട്ടി നിരത്തി വെച്ചു. അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരിക്കുന്ന ഷാമിയ ഇൽമിയുണ്ട്. അവരുടെ അവസാനം എന്തായി? അവർ ആം ആദ്മി പാർട്ടിയിലായിരുന്നു, അവർ പാർട്ടി വിടേണ്ട സ്ഥിതി വന്നു, അവർ മാധ്യമപ്രവർത്തകയായിരുന്നു, അഡ്രസ് കിട്ടിയില്ല. കിരൺ ബേദിയുടെ അവസ്ഥ എന്തായിരുന്നു? കിരൺ ബേദി നിവൃത്തി കെട്ട് BJPക്കാരായിട്ട് സഖ്യത്തിലെത്തി. അങ്ങനെയാണ് പോണ്ടിച്ചേരിയിൽ ഗവർണറായി. കിരൺ ബേദിക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ല. കാരണം തൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരെയായിട്ട് അവരെ എല്ലാവരെയും ഒരു അരുക്കാക്കുന്ന കാര്യത്തിൽ വലിയ വിജയം വരിച്ച ആളാണ് അരവിന്ദ് കെജ്രിവാള്. അപ്പൊ അങ്ങനെ കെജ്രിവാള് ഒരിക്കലും കോൺഗ്രസ് ഷീലാ ദീക്ഷിതിനെതിരായിട്ട് നടപടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് കപിൽ സിബലിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നടപടിയൊന്നും എടുത്തിട്ടില്ല, BJPക്കാർക്കെതിരായിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ല. നടപടി എടുത്തത് കിരൺ ബേദിക്കെതിരായിട്ടും ഷാസിയ ഇൽമിക്കെതിരായിട്ടും അദ്ദേഹത്തിനുള്ള പ്രശാന്ത് ഭൂഷണെതിരായിട്ടും, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചത് സിസോദിയയാണ്. മദ്യ വ്യവസായത്തിലും മദ്യ നയത്തിലുണ്ടായിട്ടില്ല അവിടെയുള്ള മറ്റേ ഡൽഹി സർക്കാരിന്റെ കെടുകാര്യസ്ഥത, അഴിമതി. ഇതിനകത്ത് അരവിന്ദ് കെജ്രിവാൾ മറ്റുള്ളവരോട് പറഞ്ഞത് അഴിമതി ഞാനല്ല നടത്തിയത്, പിന്നാരാ? സിസോദിയാണ് നടത്തിയത്. സിസോദിയ മാസങ്ങളോളം ജയിലിൽ കിടന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം, അദ്ദേഹം ഒരിക്കലും താനല്ലാതെ കണ്ട് മറ്റൊരാളെ വച്ചുവാഴിക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. ഇപ്പൊ ഒന്ന് കേരളത്തിൽ എടുത്തു നോക്ക്. കേരളത്തിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായല്ലോ,
എല്ലാ വർഷവും ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് മാറും. അതെ. ഈ റോളിംഗ് സ്റ്റേറ്റ് പ്രസിഡന്റുമാരെവിടെ കണ്ട ആളുകളെയൊക്കെ പിടിച്ച് സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കും. ഇവിടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയവരുടെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയത്തിന്റെ ABCD അറിയാൻ പാടില്ലാത്ത ആളുകള്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും നിരന്തരം പഠിക്കാത്ത ആളുകള്, ഈ പഠിക്കാത്ത ആളുകളൊക്കെയായിരുന്നു കേരളത്തില് ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വലിയൊരു പാരമ്പര്യമുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അതായത് തന്റെ സഹപ്രവർത്തകരായിരിക്കുന്ന മുഴുവൻ ആളുകളെയും വെട്ടി നിരത്തിക്കൊണ്ട് സ്വന്തമായുള്ള സ്വേച്ഛാധിപത്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിരുന്നു അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഫലമായിട്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യനയത്തിന്റെ കാര്യത്തിൽ അഴിമതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അരവിന്ദ് കെജ്രിവാളിന് അറിയാം, അത് സിസോദിയയ്ക്ക് അറിയാം. സിസോദിയ മാസങ്ങളോളം ജയിലിൽ കിടന്നു. ചുരുങ്ങിയ മാസങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ കിടന്നത്. അതിന് പേരിൽ കോടതിയിൽ പോയി. കോടതി ഇവരുടെ കേസുകൾ ഇവർക്കെതിരായിട്ട് വിധിച്ചു. എതിരായിട്ട് കോടതി വിധിക്കുന്ന സമയത്ത് ഇവർ പാനിക്കാവുകയാണ്. കാരണം കോടതി ഇവർ ധരിക്കുന്നത് ഞങ്ങൾ സത്യസന്ധരാണ്, കുറച്ച് പൈസ മോഷ്ടിച്ചെന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ആ പണം മോഷ്ടിച്ചതിന് ഞങ്ങൾ കോടതി ശിക്ഷിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതി വിധി വേണം എന്ന് ആവശ്യപ്പെടുന്ന ചില നേതാക്കന്മാരുടെ സ്വഭാവമാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത്. അതൊരിക്കലും ഡൽഹി ഹൈക്കോടതി അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ല. അവർ സത്യസന്ധമായിട്ട് നീങ്ങി അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം കോടതിയിൽ ജഡ്ജി മാറണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് ജഡ്ജി തീരുമാനിക്കുന്ന കെജ്രിവാളാണോ? എന്റെ കേസ് ആ ജഡ്ജി നോക്കണ്ട. എന്താ അവരുടെ പേര്? സ്വർണലത ശർമ്മ. അവര് എന്റെ കേസ് സ്വർണലത ശർമ്മ കേൾക്കാൻ പാടില്ല, എന്റെ കേസ് ഏത് ജഡ്ജിയാണ് കേൾക്കേണ്ടതെന്ന് ഞാൻ പറയാം എന്നാ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. കേജ്രിവാൾ എന്ത് ധരിച്ചത്? കേജ്രിവാൾ പറയുന്നത് ഞാൻ IIT പാസ്സായി. IIT പാസ്സായിട്ട് വേറെ പലരും ഉണ്ടപ്പാ, ഇവിടെ വേറെ പലരും ഉണ്ട്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ച ആളുകളുടെ ഉണ്ട്, കഷ്ടപ്പാട് സഹിച്ചവർ പലരും ഉണ്ട്. കേജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ട് എന്താ ചെയ്തേ? അവിടെ ഒരു 2-2.5 കോടി രൂപയുടെ ഒരു വീട് അതിന്റെ റെനോവേഷൻ നടത്തി. കോടികളാണ് അതിനുവേണ്ടി മുടക്കിയത്. അതായത് ഈ സ്വർണ്ണകാന്ത ശർമ്മ എന്ന ജഡ്ജിക്കെതിരായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്ന ആരോപണത്തിന് പ്രധാനപ്പെട്ടത് അവരുടെ മക്കൾ അഭിഭാഷകരാണ്. അവര് മറ്റ് പല കേസുകളുമായിട്ട് സർക്കാരുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നാണ്. സർക്കാരുമായിട്ട് സഹകരിക്കുന്ന 100 അഭിഭാഷകർ ഈ രാജ്യത്തുണ്ട്, ആയിരക്കണക്കിന് അഭിഭാഷകരുണ്ട്. അതൊക്കെ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ വശത്താവുമോ? കോടതി നിയമത്തിനനുസൃതമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? അല്ല, കോടതി നിയമത്തിനനുസരിച്ചിട്ടാണ്. കോടതിയിൽ പല ജഡ്ജിമാരുടെ അച്ഛന്മാരും മുത്തച്ഛന്മാരൊക്കെ ജഡ്ജിമാരൊക്കെ അതിന്റെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ചരിത്രം അരവിന്ദ് കെജ്രിവാൾ ഇതിനു പറഞ്ഞിട്ടില്ലല്ലോ. ഇത് അദ്ദേഹത്തെ ബാധിക്കുന്നു. അദ്ദേഹം അഴിമതി നടത്തിയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. മദ്യനയ കാര്യത്തിൽ അദ്ദേഹം പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്, കെജ്രിവാളിനുണ്ട്. ആ വിശ്വാസമുള്ളതിന്റെ പേരിൽ തന്നെ കോടതി ശിക്ഷിക്കാൻ പാടില്ല എന്നുകൂടി അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷേ ജഡ്ജി ആ തരത്തിലല്ല. അവർ വിഷയങ്ങൾ പഠിക്കുന്നവരാണ്. അവർ മക്കള് അഭിഭാഷകരായിട്ടുണ്ടാവാം, അവർ പക്ഷേ തുഷാർ മേത്തയുടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് പലതരത്തിലുള്ള കോടതിയുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവാം. ആ ബന്ധങ്ങളുള്ള വക്കീലും, ഇവിടെ ഏത് വക്കീലിന്റെ മക്കളാണ് വക്കീൽമാരില്ലാത്തത്? ഏത് ജഡ്ജിയുടെ മക്കളാണ് അവര് കോടതിയിലേക്ക് വന്നിട്ട് വക്കീൽമാരില്ലാത്തത്? അവർ തന്നെയാണല്ലോ പലരും ജഡ്ജിമാരാവുന്നത്. അതൊരു പുതിയ കാര്യമൊന്നുമല്ലോ. അരവിന്ദ് കെജ്രിവാൾ സ്വന്തം ഭാര്യയെ പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തേക്കും പല അധികാര സ്ഥാനത്തേക്കും കൊണ്ടുവന്നില്ലേ? അരവിന്ദ് കെജ്രിവാൾ അയാളുടെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ, ജയിലിൽ പോകുകയാണെങ്കിൽ പകരക്കാരിയായിട്ട് തനിക്ക് പകരമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് സ്വന്തം ഭാര്യയാണ്. സ്വന്തം ഭാര്യയുടെ കയ്യിലിരിപ്പ് അതിനേക്കാൾ മോശമായിരുന്നു. ആ ഭാര്യയുടെ കയ്യിലിരിപ്പ് മോശമായതിന്റെ പേരിൽ ആം ആദ്മി പാർട്ടി തന്നെ അവർക്കെതിരായി. ആ എതിരായതിന്റെ പേരിൽ മാത്രമാണ് അവർ മുഖ്യമന്ത്രി ആക്കാതിരുന്നത്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ അങ്ങനെ കെജ്രിവാളിനെ സംബന്ധിച്ച് കെജ്രിവാൾ ഒരിക്കലും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമൊന്നുമല്ല. വലിയ അഴിമതിക്കാരനാണ്, വലിയ കൊള്ളരുതാത്തവനാണ്. ആളുകളെ സ്വന്തം ഗുരുവായിരിക്കുന്ന അണ്ണാ ഹസാരെ പറ്റിച്ച് ചതിച്ച് നേടിയിട്ടുള്ള സ്ഥാനമാണിത്. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ പറഞ്ഞല്ലോ, ഈ പറയുന്ന ശിക്ഷ കിട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അണ്ണാ ഹസാരെ പറഞ്ഞത് ഇത് വിതച്ചതാണ് കൊയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഈ അഴിമതി നടത്താൻ തീരുമാനിച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. അഴിമതി നടത്തിയത് കെജ്രിവാളാണ്. കെജ്രിവാള് പണത്തിന് ലോകപാൽ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക, അഴിമതി മുക്തമായിരിക്കുന്ന ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുക, ചൂലെടുത്ത് അവിടെയുള്ള അഴിമതി മുഴുവൻ ഉച്ചാടനം ചെയ്യുന്ന അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുക. ഇദ്ദേഹത്തിനെ കുറിച്ച് ഈ പറയുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ജയിലിലേക്ക് ആക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ട് ജയിലാക്കേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളല്ല. അത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുരുവായിരിക്കുന്ന ലോകാരാധ്യനായിരിക്കുന്ന അണ്ണാ ഹസാരെയാണ് ആദ്യം പറഞ്ഞത്. കാരണം അത്രയ്ക്ക് വലിയ അഴിമതിക്കാരനെ ഇയാള്. കെജ്രിവാൾ സൂപ്പർ അഴിമതിക്കാരനാണ്. ഈ നാടിന്റെ വികസനമൊന്നും അരവിന്ദ് കെജ്രിവാളിന്റെ സബ്ജക്റ്റിലില്ല. അരവിന്ദ് കെജ്രിവാൾ ധരിച്ചത് അവിടെ സൗജന്യമായിട്ട് ആളുകൾക്ക് യാത്ര കൊടുത്തു, സ്ത്രീകൾക്ക്.
അതുപോലെ തന്നെ വൈദ്യുതി മുഴുവൻ ഫ്രീ ആക്കി കൊടുത്തു. അതുകൊണ്ട് ആളുകൾ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യുന്ന വിചാരിച്ചത്. ഒരൊറ്റ പ്രാവശ്യം പോലും പാർലമെന്റിലേക്ക് ആപ്പിന്റെ ആളുകളെ അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും ജയിപ്പിച്ച് BJP-ക്കാരെയാണ്. അതേപോലെ തന്നെ അദ്ദേഹം അസംബ്ലിയിൽ അവരാളുകൾ മുഴുവൻ തോറ്റുപോയി. അതുപോലെ തന്നെ ജനങ്ങൾ മുഴുവൻ ഇയാൾ വെറുക്കാൻ തുടങ്ങി. കാരണം വെറുക്കാൻ തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇയാൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്, പ്രവൃത്തിയും സംസാരവും തമ്മില്ല, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അണ്ണാ ഹസാരി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും അത് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. തന്നെ എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കുന്ന ഒരു സ്വഭാവമാണത്. ഇന്നിപ്പോൾ അദ്ദേഹം എതിർത്തുകൊണ്ടിരിക്കുന്ന കോടതിയാണ്. കോടതിയിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഞാൻ ആ കോടതിയിൽ പോകാൻ തയ്യാറില്ല, ഞാൻ കോടതിയിൽ ഹാജരാവില്ല എന്ന് തുടങ്ങിയുള്ള നിരവധി വിവരക്കേടുകളാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇയാളെ പിടിച്ച് ജയിലിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ജയിലിൽ കിടന്നിട്ട് ഗോതമ്പുണ്ട് തിന്നാല്ലാതെ കണ്ട് ഇയാൾക്ക് യാതൊരു പരിഹാരവും വേറെ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.